ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടന്ന പ്രീമിയർ ലീഗിന്റെ 4ാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ അല്ലെങ്കിൽ ഷോക്കിംഗ് ആയ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് ലിവർപൂളിൻ്റെതാണ്. ലിവർപൂൾ സ്വന്തം മടയിൽ ആൻഫീൽഡിൽ പരാജയപ്പെട്ടു, അതും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോലുള്ള ഒരു ടീമിനോട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത്. പക്ഷെ ഇത്ര മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീം എങ്ങനെ പരാജയപ്പെട്ടു, അതും സ്വന്തം ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിലും പ്രീമിയർ ലീഗിൽ വിജയിച്ച് വന്ന ഒരു ടീമാണ് ലിവർപൂൾ. ഒറ്റ ഗോൾ പോലും അവർ വഴങ്ങിയിട്ടില്ല. പുതിയ കോച്ച് അർണെ സ്ലോട്ടിന് കീഴിൽ നല്ല ഫ്ലോയോടെ കളിക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ മത്സരത്തിലാകട്ടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 3-0 പരാജയപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ നോട്ടിൽ നിന്ന് എങ്ങനെ ഒരു ലോ നോട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു ചോദ്യം. ലിവർപൂളിന്റെ ഒരു കളി നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള ആദ്യ മത്സരം എന്നുള്ള രീതിയിൽ ഒരു ക്ഷീണം ടീമിനെ ബാധിച്ചതായി നമുക്ക് ശരിക്കും പറയേണ്ടി വരും. കാരണം ഒരു ഫറ്റീഗ് ടീമിനെ ബാധിച്ചതായി തോന്നുന്നുണ്ട്. കാരണം അവരുടെ പതിവ് ആ ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ടീമിലെ കളിക്കാരൊക്കെ തമ്മിലുള്ള ഒരു ഒത്തിണക്കം നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിച്ചില്ല. ഒരു ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെയാണെങ്കിൽ ബോളുകളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതുകൂടാതെ തന്നെ കിട്ടിയ അവസരങ്ങൾ വേണ്ടത്ര രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചില്ല. പിന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും കുറവായിരുന്നു. കാരണം അവർക്ക് 70% പൊസഷൻ ഉണ്ടായിരുന്നു ലിവർപൂളിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ. പക്ഷെ അതിനനുസരിച്ചുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 4-5 ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ആ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് തന്നെ അത് കൺവേർട്ട് ചെയ്യാനോ അവർക്ക് സാധിച്ചില്ല. ഇപ്പൊ ജോട്ടയാണെങ്കിലും അല്ലെങ്കിൽ ഡിയാസ് ആണെങ്കിലും അവർക്കൊന്നും അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. പിന്നെ കിട്ടിയ അവസരങ്ങൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തി. അങ്ങനെ 72ാം മിനിറ്റിൽ അവർ ഗോൾ നേടുകയും ചെയ്തു. കാലം ഹഡ്സൺ ഒഡോയുടെ ആ ഒരു ഗോളും അങ്ങനെ തന്നെയുള്ള ഒരു ഗോളാണ് നമ്മൾ പറയേണ്ടി വരും. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഒരു വിജയത്തെ ഒരിക്കലും ഒരു ഫ്ലൂക്കായിട്ട് കാണാൻ പറ്റില്ല. കാരണം അവർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ. പുതിയ കോച്ച് ന്യൂനോ എസ്പിരിറ്റോ സാന്റോസിന് കീഴിൽ അത്യാവശ്യം ഫ്ലോയോടെയാണ് അവർ കളിക്കുന്നത്. ഇതുവരെ അവർ പരാജയം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് അതിനൊപ്പം തന്നെ അത്യാവശ്യം കൗണ്ടർ അറ്റാക്കുകളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലിവർപൂളിനെ നേരിട്ടത്. ലിവർപൂളിന്റെ ഒരു സ്ട്രാറ്റജി, അതായത് അർണെ സ്ലോട്ടിന്റെ ഒരു സ്ട്രാറ്റജി പാളി എന്നുള്ള ഒരു ആക്ഷേപവും ഉണ്ട്. കാരണം സെക്കൻഡ് ഹാഫിൽ മെക്കലിസ്റ്ററെ പിൻവലിച്ച് ബ്രാഡ്ലിയെ കൊണ്ടുവന്ന നീക്കം ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവേ ഉള്ളത് ഫുട്ബോൾ ലോകത്ത്. കാരണം ബ്രാഡ്ലി റൈറ്റ് ബാക്കിന്റെ റോളിലേക്ക് ഇറങ്ങിയപ്പോൾ അർണോൾഡിനെ മിഡ്ഫീൽഡിലേക്ക് മാറ്റുകയുണ്ടായത്. അതോടുകൂടി ആ മിഡ്ഫീൽഡിൽ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടതായിട്ട് പൊതുവെയുള്ള ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും അതിനുശേഷമാണ് ആ ഗോള് സംഭവിച്ചത്. അതിലും ബ്രാഡ്ലി കുറച്ചും കൂടെ ജാഗരൂകനാകേണ്ടതായിരുന്നു. കാരണം കാലം ഹഡ്സൺ ഒഡോയ്ക്ക് ആവശ്യത്തിന് അധികം സമയം ലഭിച്ചു, ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു സമയം ലഭിച്ചു. കാരണം കുറച്ചും കൂടെ ചേസ് ചെയ്ത പ്ലെയർ എന്നുള്ള രീതിയിൽ ബ്രാഡ്ലി കുറച്ചും കൂടെ ഒരു ജാഗരൂകനാകേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായാലും ലിവർപൂളിന് ഒരു 3 പോയിന്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വളരെ ഷുവറായിട്ട് ലഭിക്കേണ്ട. കാരണം ഇത്തവണ കണ്ടന്റേഴ്സ് ഒക്കെ ആയിട്ട്, അതായത് ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ടൊക്കെ മത്സരിക്കാൻ നിൽക്കുന്ന ലിവർപൂളിന് 3 പോയിന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഇത്ര എളുപ്പത്തിൽ കിട്ടേണ്ട പോയിന്റുകളാണ്. അപ്പോൾ ഇത്തരം പോയിന്റുകളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ അലാമിംഗ് ആയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ലിവർപൂൾ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ. പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 4ാം മത്സരത്തിലും വിജയിച്ച് മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ബ്രെൻഫോർഡിനെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾ വഴങ്ങി. പക്ഷേ ഗംഭീരമായി തിരിച്ചു വരാൻ സിറ്റിക്ക് സാധിച്ചു. 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയം സ്വന്തമാക്കിയത്. ഇതിൽ എർലിംഗ് ഹാലൻഡിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം അദ്ദേഹമാണ് ശരിക്കും ആ വിജയം സമ്മാനിച്ചത്. കാരണം ഒരു സ്ട്രൈക്കർ എങ്ങനെയാണോ ഏറ്റവും നിർണായകമായ അവസരങ്ങളിൽ ടീമിന് വേണ്ടത്, എത്ര ഗുണം ചെയ്യും എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിരുന്നു എർലിംഗ് ഹാലൻഡിന്റെ ആ 2 ഗോളുകൾ. 1ാം മിനിറ്റിൽ തന്നെ വിസയുടെ ഗോൾ വീണതോടുകൂടി സിറ്റി അല്പം പ്രതിരോധത്തിലായി. കാരണം പെട്ടെന്ന് സംഭവിച്ച ഒരു ഷോക്ക് എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം എഡേഴ്സിന്റെ നല്ലൊരു സേവ് കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2-0 സിറ്റി പിന്നിലാകേണ്ടതായിരുന്നു. പിന്നീടാണ് ഹാലൻഡിന്റെ ആ 2 ഗോളുകളും വന്നത്. ഹാലൻഡിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് 2 ഗോളുകളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് 2ാമത്തെ ഗോൾ എഡേഴ്സിന്റെ ഒരു ലോങ് ബോൾ ആയിരുന്നു. എഡേഴ്സൺ ആ ലോങ് ബോൾ ഹാലൻഡ് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഗോളാക്കുകയാണ് ഉണ്ടായത്. കാരണം എഡേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഡേഴ്സൺ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 4ാമത്തെ അസിസ്റ്റാണ് സംഭാവന ചെയ്യുന്നത്. ആന്റണിയേക്കാൾ അസിസ്റ്റ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ആന്റണിയേക്കാൾ അസിസ്റ്റ് ഗോൾ കീപ്പറായ എഡേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ ഒരു ഫ്ലോ നിലനിർത്താൻ സാധിച്ചു. തുടക്കത്തിലേറ്റ ആ പരാജയത്തിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ്. 4 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ജയിച്ച് ലീഡ് ചെയ്യാൻ തന്നെ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മാഞ്ചസ്റ്റർ സിറ്റി തുടക്കത്തിലൊക്കെ അല്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. വിപരീതമായി ആ ഒരു പതിവ് രീതിയിൽ നിന്ന് വിപരീതമായി തുടർച്ചയായ 4 മത്സരങ്ങൾ വിജയിച്ച് പോയിന്റ് ടേബിളിൽ 12 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പ്രീമിയർ ലീഗിലെ മറ്റൊരു ശ്രദ്ധേയമായ പോരാട്ടം നോർത്ത് ലണ്ടൻ ഡെർബി ആയിരുന്നു. നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ആർസണൽ ഏകപക്ഷീയമായ 1 ഗോളിന് ടോട്ടൻഹാമിനെ തോൽപ്പിച്ചു. ടോട്ടൻഹാമിനെ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചത് മിക്കേൽ ആർട്ടേറ്റയുടെ ടീമിന് വലിയ ആത്മവിശ്വാസം പകരും. പ്രത്യേകിച്ച് അവരുടെ ക്യാപ്റ്റൻ ഓഡേഗാർഡ് പരിക്ക് കാരണം ടീമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു വിജയം നേടാൻ ആർസണലിന് സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ സമനിലയായിരുന്നു ഫലം. എന്തായാലും വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ
ആസനലിന് സാധിച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ആസനലിന്റെ വിജയം. 62-ാം മിനിറ്റിൽ ഗബ്രിയേൽ മെഗലസ് ആയിരുന്നു ആസനലിനായി സ്കോർ ചെയ്തത്. ആസനലിന്റെ വിജയ ഗോൾ നേടിയത് ബ്രസീലിയൻ സെന്റർ ബാക്ക് ആയിരുന്നു. ഇത് പ്രീമിയർ ലീഗിലെ ഗബ്രിയേൽ മെഗലസിന്റെ 15ാമത്തെ ഗോളാണ്. ഒരു സെന്റർ ബാക്ക് എന്നുള്ള രീതിയിൽ 15 ഗോളുകളൊക്കെ നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ബുക്കായോ സാക്കയുടെ കോർണറിൽ നിന്നായിരുന്നു ഗബ്രിയേൽ മെഗലസിന്റെ ഫിനിഷ്. പിന്നെ ടോട്ടലി മത്സരം നോക്കുകയാണെങ്കിൽ ആസനലിനെതിരെ ടോട്ടൻഹാമിന് ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ടോട്ടൻഹാം ആണ് കൂടുതൽ ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. പൊസിഷനും ടോട്ടൻഹാമിനൊപ്പമായിരുന്നു. പക്ഷേ കിട്ടിയ അവസരങ്ങൾ വേണ്ടത്ര രീതിയിൽ വിനിയോഗിക്കാൻ സ്പർസിന് സാധിച്ചില്ല. അതാണ് അവർക്ക് വിനയായി മാറിയത്. പിന്നെ ചെൽസിയും മത്സരം ജയിച്ചു. ചെൽസി ബോൺമൗത്തിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങിയ ചെൽസി വീണ്ടും വിജയവഴിയിൽ എത്തിയിരിക്കുകയാണ്. 86-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ക്രിസ്റ്റഫർ എൻകുങ്കു ആണ് 86-ാം മിനിറ്റിൽ ചെൽസിക്കായി സ്കോർ ചെയ്തത്. അതിന് അസിസ്റ്റ് ചെയ്തത് സാൻജോ ആയിരുന്നു. സാൻജോ തന്റെ ആദ്യ മത്സരം, ചെൽസിക്ക് വേണ്ടി കളിച്ച തന്റെ ആദ്യ മത്സരം എന്തായാലും അവിസ്മരണീയമായി മാറ്റി. അദ്ദേഹം തന്നെയായിരുന്നു കളിയിലെ താരവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണിലെത്തിയ സാൻജോ പ്രോമിസിംഗ് ആയുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ചെൽസിക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു വിജയം കൂടി അത് നമ്മൾ പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളും പ്രീമിയർ ലീഗിലെ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട യുണൈറ്റഡിന് ഈ ഒരു മത്സരം വളരെ നിർണായകമായിരുന്നു. സതാംപ്ടണിനെതിരെ 3-0 ഒരു തകർപ്പൻ ജയം തന്നെ ടെൻഹാഗിന്റെ ടീമിന് സ്വന്തമാക്കാൻ സാധിച്ചു. അവിടെയും നമ്മൾ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ യുണൈറ്റഡിന്റെ പെർഫോമൻസ് അത്ര നല്ല രീതിയിലായിരുന്നില്ല ആദ്യത്തെ ഒരു അരമണിക്കൂറോളം. കാരണം 33-ാം മിനിറ്റിൽ അവർ ഒരു ഗോൾ വഴങ്ങേണ്ടതായിരുന്നു. പെനൽറ്റി, അതായത് ആർച്ചറിന്, സതാംപ്ടൺ താരം ആർച്ചറിന് പെനൽറ്റി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒനാനെ അത് സേവ് ചെയ്തു. അതിനുശേഷം പക്ഷേ യുണൈറ്റഡ് ഒന്ന് ഉണർന്ന് കളിച്ചു. 2 മിനിറ്റിനകം അവർ ആദ്യ ഗോൾ നേടുന്നു. അത് കഴിഞ്ഞ് പിന്നീട് 2 ഗോളുകൾ കൂടി നേടി 3-0 തകർപ്പൻ ജയം നേടാൻ യുണൈറ്റഡിന് സാധിച്ചു. ഇതിലിപ്പോൾ ഡിലീറ്റിനെ സംബന്ധിച്ച് ക്ലബിന് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ നേടാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിന്റെ ഒരു ഗോൾ, യുണൈറ്റഡിന്റെ 2ാം ഗോൾ സതാംപ്ടണിനെതിരെ നേടിയ മാർക്കസ് റാഷ്ഫോർഡിന്റെ ആ ഒരു ഗോൾ, അതും യുണൈറ്റഡിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഒരു മെയിൻ താരമായ, അല്ലെങ്കിൽ ഗോളുകൾ വേണ്ടത്ര രീതിയിൽ വരേണ്ട ഒരു താരത്തിന്റെ ഭാഗത്ത് നിന്ന് അതില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കഴിഞ്ഞ മാർച്ചിന് ശേഷം ആദ്യമായാണ് മാർക്കസ് റാഷ്ഫോർഡിൽ യുണൈറ്റഡിന് വേണ്ടി ഒരു ഗോൾ നേടുന്നത്. എന്തായാലും അത് സാധിച്ചു എന്നുള്ളത് യുണൈറ്റഡിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതിനൊപ്പം തന്നെ റാഷ്ഫോർഡിന്, കാരണം റാഷ്ഫോർഡ് ഏറെ പഴി കേട്ടിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിലൊക്കെ ആ ഒരു വിമർശനം വളരെ ഹൈ ആയിട്ട് നിന്നിരുന്നു. എന്തായാലും റാഷ്ഫോർഡിനും ഗോൾ നേടാൻ സാധിച്ചു. പിന്നീട് സെക്കൻഡ് ഹാഫ് അല്ല, ഏറ്റവും അവസാനം കളിയുടെ സ്റ്റോപ്പേജ് ടൈമിൽ ഗർനാച്ചോ 3ാമത്തെ ഗോളും നേടി. ഗർനാച്ചോ ബെഞ്ചിൽ നിന്ന് വന്നാണ് ഗോൾ സ്കോർ ചെയ്തത്. ഗർനാച്ചോയെ സംബന്ധിച്ചൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ റൊണാൾഡോ എറിക് ടെൻ ഹാഗിനെ കുറിച്ച് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഗർനാച്ചോ ലൈക്ക് ചെയ്തു. അത് കാരണം ആണ് ഗർനാച്ചോയെ സ്റ്റാർട്ടിംഗ് 11-ൽ ടെൻഹാഗ് ഉൾപ്പെടുത്താത്തെന്നുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിമർശനങ്ങളൊക്കെ അവിടെ മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം ഗർനാച്ചോയും കാഴ്ചവെച്ചു. ഗർനാച്ചോയും ഒരു ഗോൾ നേടി. പിന്നെ ആസ്റ്റൺ വില്ലയും ന്യൂകാസിലും തങ്ങളുടെ മത്സരങ്ങൾ വിജയിച്ചു. 2 ടീമുകളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തുടരുകയാണ്. പ്രീമിയർ ലീഗിൽ നിലവിൽ പോയിന്റ് ടേബിളിൽ ആസ്റ്റൺ വില്ല 5ാം സ്ഥാനത്തും ന്യൂകാസിൽ 3ാം സ്ഥാനത്തുമാണ്. 1ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി തുടരുമ്പോൾ 2ാം സ്ഥാനത്ത് ആർസണലാണ്. ലിവർപൂൾ 4ാം സ്ഥാനത്തും നിൽക്കുന്നു.